ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഫോഗർ കൊടുത്തിരിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ലീഫുകൾക്കൊക്കെ നല്ല ഇട്ടുണ്ട്, മണം കിട്ടും. അതിന് മുകളിൽ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, അത് കാണിച്ചത്. ഇതിലൊക്കെ ഫോഗർ വെച്ചിട്ടുണ്ട്, എല്ലാം മൊത്തം ഫോഗറുണ്ട്. അല്ല എത്ര വെയിലായാലും ചെറിയ ഫോഗർ കിട്ടുമ്പോൾ അങ്ങനെ ആദ്യം ചൂടടച്ചില്ല. കടയിലും അത്യാവശ്യം വെള്ളം കിട്ടും, കടയിലേക്ക് അത്യാവശ്യം വെള്ളം കിട്ടും. ചെടികളുടെ ലീഫിലും നല്ലോണം വെള്ളം കിട്ടും. ഇതെല്ലാം പല വെറൈറ്റീസാണ്. റെഡ് ജൈന ഉണ്ട്, കൊളംബിയൻ എല്ലാം ഉണ്ട്, ഇസ്രേലി എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ജംബോ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഡ്രാഗൺ ഉണ്ട്. ഇത് ബ്ലാക്ക് ഡ്രാഗണാണ്, ബ്ലാക്ക് ഡ്രാഗൺ. ഇത് ഓറഞ്ച് വെറൈറ്റിയാണ്, ഓറഞ്ച് വെറൈറ്റി. ഇത് റെയിൻബോ ആണ്, റെയിൻബോ വെറൈറ്റി. എല്ലാം പല വെറൈറ്റീസ് വെച്ചിരിക്കുന്നു. സ്റ്റാൻഡിൽ ഫോഗർ വെച്ചിട്ടുണ്ട്. ട്രീസ എന്ന് പറഞ്ഞാൽ ട്രീസ, ട്രീസയുടെ വെറൈറ്റിയിൽ ഒരു വൈറ്റ് പൗഡർ പോലെ ഉണ്ടാവും. പിന്നെ ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ ചെടികളിൽ ചെയ്യുന്നതാണ്. എക്വഡോർ പലോര എടുക്കുക, എക്വഡോർ പലോരയുടെ ഇതിവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആകുന്നുണ്ട്. ഫ്ലോഗർ വെച്ചിട്ടില്ല, പക്ഷെ അവിടെ നിന്നുള്ള കാറ്റ് വരുമ്പോൾ ഇതിലേക്കൊക്കെ നനവ് വരും. കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങോട്ട് കാറ്റ് പോകും, ഇങ്ങോട്ട് കാറ്റ് വരുന്ന സമയത്ത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നനയുകയും ചെയ്യും. പിന്നെ ഇതിന് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ടാങ്കാണ്, ഫിഷ് ടാങ്കായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവിടെ വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പൈപ്പിൽ, അപ്പോൾ അതിന് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. 2 ലൈൻ താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ചെടികളിലേക്ക് 2 ലൈൻ പോയിട്ടുണ്ട്. താഴത്തുള്ള ഇങ്ങനെ പൈപ്പ് 2 ലൈൻ താഴത്തേക്ക് പോയിട്ടുണ്ട്. താഴത്തെ ചെടികൾക്ക് 2 സൈഡിൽ നിന്നായിട്ട് പോയിട്ടുണ്ട്. ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നും 2 ചെടി താഴത്തെ ചെടികൾക്ക് പോയിട്ടുണ്ട്. അതിൽ ഇതേ കണക്കിന് സ്പ്രേയുടെ തന്നെ താഴെ വെച്ചിരിക്കുന്നു, മണ്ണിൽ വെച്ചിരിക്കുന്നു. സ്പ്രേയുടെ ഫോഗർ തന്നെ മണ്ണിൽ വെച്ചിരിക്കുന്നു. അവിടെ പഴയ അറേഞ്ച് കുറച്ച് പൈപ്പ് കണക്ഷനുകളാണ്, അതുകൊണ്ട് ചെറിയൊരു പരിപാടിയുണ്ട്. ഇതിന് സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സോൾട്ട് ഞാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതേപോലെ കുറച്ചേരം ചെയ്താണ്. ഇതേപോലെ ഫോഗറാണത്, ഫോഗറിൻ്റെ കാണണത്. ഇതേപോലെ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് പൈപ്പ് ഇതേപോലെ ഇവിടെ സോൾട്ട് കായം വെച്ച് സൈഡിൽ ഹോളാക്കിയിട്ട് മറ്റു വെച്ചിട്ടില്ല. സോൾട്ട് കായം വെച്ചിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക, അത് ഇറക്കി വയ്ക്കാൻ പറ്റിയ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഏകദേശം ഒരു 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കും. കറക്റ്റായിട്ട് അവിടെ സീറ്റായിട്ട് ഇരുന്നു 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കുക. ചൂടായി വരുന്നുള്ളൂ, ചൂട് പറഞ്ഞു. കറക്റ്റ് 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയാൽ അത് കറക്റ്റായിട്ട്
മൊത്തത്തിൽ ഏകദേശം 1 ഇഞ്ചിൻ്റെ അടുത്ത് നീട്ടും, ഒരു ഹൈറ്റ് വരും. അപ്പോൾ 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കണം. കറക്റ്റ് ഏകദേശം മതി. ഇത്ര മതി. രണ്ട് സൈഡും ഒരേപോലെ നീട്ട്. ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ ഉണ്ട്. അതിലേക്ക് ഇറക്കി വയ്ക്കുകയുണ്ട്. അതുപോലെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ ആക്കണം. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മണ്ണിൽ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് സ്റ്റാൻഡായിട്ട് ഇരുന്നോളും. മാക്സിമം എൻ്റെ കയ്യിലുള്ള പഴയ ഇതൊക്കെ 1/2 ഇഞ്ച് PVC പൈപ്പാണ്. 1/2 ഇഞ്ച് PVC പൈപ്പാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അതിൻ്റെ നോബിരിക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന 1/2 ഇഞ്ച് PVC പൈപ്പാണ് നല്ലത്. ഇതൊക്കെ പഴയത് ഉണ്ടായിരുന്നതാണ്. അതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സൈഡിൽ സോൾഡർ മയം വെച്ച് ഗ്യാപ്പ് ഉണ്ടാക്കണം, കറക്റ്റ് ഇറങ്ങിയിരിക്കാവുന്ന രീതിയിലുള്ള. എൻ്റെ കയ്യിലുള്ള പൈപ്പുകളിലെല്ലാം ഞാൻ സൈഡ് കട്ട് ചെയ്ത് ഓരോന്ന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചാൽ ഇത് മുഴുവൻ പൈപ്പുകൾ ഇപ്പോൾ തികയില്ല. ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന പഴയ പൈപ്പുകളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തത് എല്ലാം അറേഞ്ച്ഡ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെടികളുടെ ഇതിൽ ഓരോന്നിനും സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഹൈറ്റിൽ ഒരെണ്ണം വെച്ചിട്ട് ഒരു ഫോഗർ വെച്ച് കൊടുത്താൽ അത് എനിക്ക് വീണോളും. പിന്നെ എല്ലാത്തിലും ഫിറ്റ് ചെയ്യണം. എല്ലാത്തിനും ഇപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അതിപ്പോൾ കറക്റ്റ് വെള്ളം വീഴുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാത്തിലും അതുപോലെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യണം. എല്ലാം വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇറക്കിയാണ്ട് വെച്ച് കറക്റ്റായിട്ട് സെൻറ്ററിൽ ഇരുന്നാണ്ട് 1/2 ഇഞ്ച് ആയതുകൊണ്ട് കറക്റ്റ് അത് ഇത് കറക്റ്റ് സൈസ് ഉണ്ട്. 1/2 ഇഞ്ചായി ഇപ്പോൾ കറക്റ്റ് അതിനുള്ളിൽ ഇരുന്ന് അങ്ങോട്ടും കൂടി ഇനി തിരിയില്ല. ഇത്തിരി വലുത് 1 ഇഞ്ചൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും കൂടെ നമുക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അതിനുള്ളിൽ തന്നെ സെൻറ്ററിലിരുന്ന് നമുക്ക് കറക്റ്റ് മണ്ണിൽ താഴ്ത്തി വെച്ചിട്ട് കറക്റ്റ് പൊസിഷനിൽ സ്പ്രേ ചെയ്യുക. ആവശ്യാനുസരണം സ്പ്രേ ചെയ്യുന്ന എല്ലായിടത്തേക്കും ഒരേപോലെ വെള്ളം കിട്ടും. ഡ്രിപ്പറൊക്കെ ആ ഭാഗത്ത് ഓരോ തുള്ളി ഇങ്ങനെ വീഴുള്ളൂ. അതൊന്നും പ്രയോജനമില്ല. പക്ഷെ മൊത്തം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള സ്പ്രേയറാണ് നല്ലത്. ഇത് ഈ ടൈപ്പ് ഫോഗർ തന്നെ മേടിക്കണം. ഇതേ സെയിം ടൈപ്പ് തന്നെ മേടിച്ചാൽ ഇതിലാകുമ്പോൾ അധികം ബ്ലോക്കും വരില്ല. ബ്ലോക്കും കുറവാണ് ഇതിനകത്ത് വരുന്നത്. വെള്ളത്തിൽ ചെറിയ കരടൊക്കെ ഉണ്ടെങ്കിൽ കൂടി തുള്ളി പൊക്കോളും. വെള്ളത്തിൽ എപ്പോഴും ഫിൽറ്റർ വെച്ചാൽ നല്ലത്. വെള്ളം വരുമ്പോൾ ഫിൽറ്റർ വെച്ചാൽ കുറേ നല്ല ഫിൽറ്റർ ഇപ്പം ഞാൻ ഫിൽറ്റർ വെച്ചിട്ടില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്.